الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാരെ, മറ്റു മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പരലോകം യാഥാർത്ഥ്യമോ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. എനിക്കത് പറയുവാനും നിങ്ങൾക്കത് മനസ്സിലാക്കുവാനും അല്ലാഹു പരിപൂർണമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരലോക വിശ്വാസം. മരണത്തോടുകൂടി അവസാനിക്കുന്ന ഈ ജീവിതത്തിനപ്പുറം പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു ശാശ്വതമായ ലോകം ഉണ്ട് എന്നതാണ് പരലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥമായ മുത്തഖീങ്ങളുടെ, യഥാർത്ഥമായ സത്യവിശ്വാസികളുടെ ഗുണവിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു പറയുകയാണ്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥമായ സത്യവിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും അധികം സംശയിക്കപ്പെടുന്ന ഒന്നും ഈ പരലോകം തന്നെയാണ്. അല്ലാഹു പറയുകയാണ്, വഇന്ന കസീറൻ മിനൻ നാസി ബിലിഖാഇ റബ്ബിഹിം ലകാഫിറൂൻ. ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും സംശയിക്കുന്നു അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ, അഥവാ പരലോക ജീവിതത്തിൽ. പ്രപഞ്ചത്തിലൊരു കർത്താവുണ്ട് എന്ന് ലോകത്തിലെ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നത് പോലെ ഈ ജീവിതത്തിനപ്പുറം മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് കാര്യത്തിൽ എല്ലാ മതങ്ങളും ഏകാഭിപ്രായക്കാരാണ്. അതിന്റെ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസം പരലോകമുണ്ട് എന്നതാണ്. ഹൈന്ദവ മതത്തിന്റെ ഋഗ്വേദവും ഉപനിഷത്തുകളും ജൈന മതക്കാരുമെല്ലാം പറയുന്നുണ്ട് പരലോകം യാഥാർത്ഥ്യമാണ് എന്ന്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ എല്ലാ മതങ്ങളും പറയുമ്പോ നാം മനസ്സിലാക്കണം ആ പരലോകത്തിന്റെ ആവശ്യകത എന്താണ്. ആദ്യമായി അക്രമങ്ങളും അനീതികളും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ലോകത്ത് സാധ്യമാകാത്ത പരിപൂർണമായ നീതി അത് സാധ്യമാകുന്ന ഒരിടമാണ് പരലോകം. അല്ലാഹു പറയുകയാണ്, അന്നേ ദിവസം അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലങ്ങൾ അവർക്ക് ഒട്ടും കുറയാതെ തന്നെ നൽകപ്പെടും. അതുപോലെ അന്നേ ദിവസം ആരോടും അനീതി കാണിക്കപ്പെടുകയില്ല, അക്രമം കാണിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് പരലോകം ആവശ്യമാണ്. എന്നെന്നും ആരോഗ്യവാനായിരിക്കുക, വാർദ്ധക്യം സംഭവിക്കാതിരിക്കുക, സൗന്ദര്യവാനായിരിക്കുക, വ്യഭിചരിക്കുക, മദ്യപിക്കുക തുടങ്ങി മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ആ പരലോകവും അവിടെയുള്ള സ്വർഗവും എല്ലാം ആവശ്യമാണ്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന പരലോകത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ 1/3 ഭാഗം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ആധുനിക കാലത്തും ഒരുപാട് ജനങ്ങൾ ഈ പരലോകത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ മുൻനിർത്തി പരലോകം യാഥാർത്ഥ്യമാണ് എന്ന് യുക്തിപരമായി തെളിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസപരമായി പരലോകം ഉണ്ടോ എന്നതാണ് അവരുടെ ചോദ്യം. ഇതിന് തെളിവെന്താണ്? ഒരു കഥ പറയാം. തന്റെ മുന്നിലേക്ക് എറിയപ്പെട്ട ഇരയെ കഴിക്കുവാൻ വേണ്ടി ആർത്തിയോടെ നീന്തി വരുന്ന മത്സ്യത്തോട് ഒരു തവള പറയുകയുണ്ടായി, നീ അത് കഴിക്കരുത്. അതിനകത്തൊരു ചൂണ്ടയുണ്ട്, അതിന്റെ അറ്റത്തൊരു കയറുണ്ട്, ഈ കുളത്തിന് പുറത്തൊരു കരയുണ്ട്, അവിടെ ഒരു മനുഷ്യനുണ്ട്, ആ കയർ പിടിച്ച ആ മനുഷ്യൻ നിൽപ്പുണ്ട്. നീ എങ്ങാനും ആ ചൂണ്ടയിൽ ആ ഇരയിലേക്ക് കടിച്ചാൽ നിന്റെ ചെള്ളയിലേക്ക് ആ ചൂണ്ട കുരുത്തു കയറും. അങ്ങനെ ആ മനുഷ്യൻ നിന്റെ കരയിലേക്ക് ഉയർത്തിയെടുക്കും, നിന്റെ ജീവൻ അറ്റുപോകും, നീ മരണപ്പെടും. ആ മനുഷ്യൻ നിന്നെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകും. അവിടെ അവന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഭീകര ജീവിയുണ്ട്. അവൾ വളരെ ഭീകരമായ ഒരു കത്തി കൊണ്ട് ആ നിന്റെ ശരീരങ്ങളെ കഷ്ണമായി കുറിച്ച് നിന്റെ ശരീരത്തിലേക്ക് മസാലകൾ പുരട്ടി തിളച്ചു പറയുന്ന ചീനച്ചട്ടിയിലെ എണ്ണയിലേക്ക് ഇട്ട് നിന്നെ പൊറിച്ചെടുത്ത് അവർ 2 പേരെ നിന്നെ കഴിക്കുമെന്ന് പറയുമ്പോ സാധാരണ യുക്തിപരമായി ചിന്തിക്കാതെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന മത്സ്യമാണ് എങ്കിൽ അത് കരുതും ചൂണ്ടയോ.
വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും തവണ സത്യം മാത്രം പറഞ്ഞിട്ടുള്ളവനാണ് കളവ് പറയുന്നവനല്ല. എന്നാൽ ആ മനസ്സിൽ ചിന്തിക്കും തൽക്കാലത്തേക്ക് കഴിക്കണ്ട. പ്രിയമുള്ളവരുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. പരലോകത്തിന്റെ അറിവുമായി നമ്മുടെ മുന്നിലേക്ക് പരിശുദ്ധമായ ഖുർആൻ വന്നപ്പോ, അള്ളാഹുവിന്റെ വാക്കുകൾ വന്നപ്പോ നാം ചിന്തിക്കണം, നമ്മുടെ അറിവുകൾക്ക് പരിമിതിയുണ്ടോ? നമ്മുടെ കൈയെത്തുന്നതിന് പരിമിതിയുണ്ട്, നമ്മുടെ കണ്ണിന്റെ കാഴ്ച എത്തുന്നതിന് പരിമിതിയുണ്ട്. എങ്കിൽ തീർച്ചയായും നമ്മുടെ ചിന്തകൾ സഞ്ചരിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് സാധ്യമല്ല. അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ഖുർആൻ പറഞ്ഞ എന്തെങ്കിലും യാഥാർത്ഥ്യമായിട്ടുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഭ്രൂണശാസ്ത്രവും സമുദ്രശാസ്ത്രവും ഗോളശാസ്ത്രവും തുടങ്ങി ശാസ്ത്രത്തിന്റെ അഖില മേഖലകൾ ലോകത്തിന്റെ അമുസ്ലിമീങ്ങളായ ശാസ്ത്രജ്ഞന്മാർ പോലും സമ്മതിച്ചിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇതിൽ യാതൊരു പിഴവുമില്ല, ഇത് മുഴുവനും യാഥാർത്ഥ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആ പരിശുദ്ധമായ ഖുർആന്റെ അറിവുകൾ യാഥാർത്ഥ്യമാണ്. മൂന്നാമതായി, ഈ അറിവുമായി നമ്മുടെ മുന്നിലേക്ക് വന്ന പ്രവാചകൻ സത്യസന്ധനാണോ അതല്ല കളവ് പറയുന്നവനാണോ? ശത്രുക്കൾ പോലും സമ്മതിച്ചതാണ് പ്രവാചകൻ സത്യസന്ധനാണ് എന്ന്. അതിലൂടെ മനസ്സിലാക്കാം. മാത്രമല്ല 40-ാമത്തെ വയസ്സ് വരെ സത്യം മാത്രം പറഞ്ഞിരുന്ന പ്രവാചകൻ 40-ാമത്തെ വയസ്സിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, മാത്രമല്ല നിങ്ങൾ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുക എന്ന് പറയുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടാകണം. ഒരിക്കലുമില്ല. തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഉയർന്നിരുന്ന ആയിരക്കണക്കിന് കരങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ തനിക്കെതിരെ തിരിഞ്ഞുവെങ്കിൽ അതിനൊരു സ്വാർത്ഥ താല്പര്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൂടെ യാഥാർത്ഥ്യമാകും ആ പരലോകത്തെ കുറിച്ചുള്ള അറിവുമായി എന്ന പ്രവാചകൻ സത്യസന്ധനാണ്. ഇതിലൂടെ മനസ്സിലാക്കാം വിശ്വാസപരമായി പരലോകം യാഥാർത്ഥ്യമാണ് എന്ന്. രണ്ടാമതായി അവർ ഉന്നയിക്കുന്ന ചോദ്യം, പുനർജീവിതം, മരണത്തിന് ശേഷം മണ്ണോട് മണ്ണായി തീർന്ന ശരീരങ്ങളെ എങ്ങനെയാണ് പുനർജീവിപ്പിക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിലൂടെ പരലോകമുണ്ട്, നിങ്ങൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ കണ്ണടച്ച് വിശ്വസിച്ചോ എന്നല്ല ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കണം. നിങ്ങളുടെ ചിന്തകൾക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ കണ്ടെത്തണം ആ പരലോകമുണ്ട് എന്ന്. അതിനുവേണ്ടി അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഒന്നാമതായി അല്ലാഹു പറയുന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ആ നിർമ്മിച്ചു പോയ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുകയാണോ? എന്നാൽ നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഞാനെന്ന് അല്ലാഹു പറയുമ്പോ, ഇന്ന് ലോകത്ത് ഈ ആധുനിക ലോകത്ത് ഒരു ഫിംഗർ പ്രിന്റ് കൊണ്ട് ഒരു മനുഷ്യന്റെ എല്ലാവിധമായ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്നുവെങ്കിൽ അതിനെ പടച്ച, അതിനെ സംവിധാനിച്ച ആ പടച്ച തമ്പുരാനെ ഒരിക്കലും നമ്മൾ പുനർജീവിപ്പിക്കാൻ ഒരു മടിയുമില്ല, ഒരു പ്രയാസവുമില്ല. രണ്ടാമതായി ഖുർആൻ പറയുന്നു, ഈ ആകാശങ്ങളുണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും താരകങ്ങളും താരാപഥങ്ങളും സർവ്വാദി ഗോളങ്ങളും അടങ്ങുന്ന ഒരു തൂണ് പോലും ആശ്രയമില്ലാതെ ഈ പരന്നു കിടക്കുന്ന കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ ആകാശത്തെ പടക്കാനാണോ? അതല്ല മനുഷ്യ, കുഴിമാടങ്ങളിൽ കിടക്കുന്ന നിന്നെയൊക്കെ പുനർജീവിപ്പിക്കാനാണോ പ്രയാസമെന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുമ്പോ ഒരു മനുഷ്യ യുക്തിക്ക് കടത്താൻ സാധിക്കും. പരലോകം യാഥാർത്ഥ്യമാണ്, പരലോകം യാഥാർത്ഥ്യമാണ്, അവിടെയുള്ള സ്വർഗം യാഥാർത്ഥ്യമാണ്, അവിടെയുള്ള നരകം യാഥാർത്ഥ്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ യുക്തിപരമായി പരലോകം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിസ്റ്റർ നമ്പർ 306